ഓ എന്റെ പൊന്നാച്ചാനെ തക്കച്ചുളല്ല പിന്നെ കുറച്ച് കാശ് കിട്ടുന്ന നോക്കൂ. പുറത്തൊരുത്തൻ ജോലിച്ച് നോക്കാൻ വന്ന് നിൽക്കൊണ്ടിരുന്ന വിളിക്കട്ടെ. ഈ കുപ്പി കപ്പലുണ്ടെങ്കിൽ കപ്പലിട്ട് കൊണ്ട് ഞാനെന്ത് ചോദിച്ചോടാ ആച്ചാനെ. എന്നാ ഈ കക്കാത്തോണ്ട് ഇവിടെ പറ്റിപ്പാണെന്ന് മനസ്സിലാവത്തില്ലേ? അവനൊരു മനസ്സിലാവത്തില്ല. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന പോലെ ആവോടാ. അല്ല ആശാനെ, മൊണ്ണനിൽ മൊണ്ണൻ, സൊണ്ണനിൽ സൊണ്ണൻ. അവൻ വെറും സദസ്സനാശം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളി, ഞാനൊന്ന് ഒരുങ്ങട്ടെ. എന്തിട്ട് നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്റെ അമ്മയെ മരിച്ചു. അതാണോ നിന്റെ പ്രശ്നം? അല്ല, അമ്മയുടെ ജിമിക്ക് കമ്മലില്ലേ? എന്നിട്ട് ബ്രാൻഡ് കിട്ടീനാ? ഞാനിനൊന്ന് പരീക്ഷിച്ചതാ. കാര്യത്തിലേക്ക് എടുക്കാൻ വലിച്ച സരസാ. എന്റെ അമ്മയുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ വന്നത്. കാര്യങ്ങൾ പറയുമ്പോ തെളിച്ച് പറയാം. അതായത് കുട്ടിക്കാലം തൊട്ട് എന്റെ അമ്മ എന്ന് വെച്ചാ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതവരുടെ പേരാണോ സ്വഭാവമാണോ രൂപമാണോ ഒന്നും എനിക്കറിയില്ല. ഈ ചെറുപ്പത്തിലൊക്കെ കൂട്ടുകാരന്മാര് എന്റെ അമ്മയുടെ പേര് വയ്ക്കുമ്പോ ഞാൻ പേര് മാറ്റി പറയായിരുന്നു. അതെന്തിനാ? ഈ കൂട്ടുകാരന്മാരെ അമ്മമാരെ വെച്ചോക്കുമ്പോ എന്റെ അമ്മ തീരെ പോരാകും. അതെന്നെ കാരണം എനിക്കൊരു 30 വയസ്സായപ്പോഴാണ് ഈ അമ്മയുടെ പെരുമാറ്റത്തിൽ മാറ്റമൊക്കെ വന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ എന്റെ ഭാര്യയുടെ പ്രസവ സമയം. എന്റെ അമ്മ കിടപ്പിലായിരുന്നു. ഞാന് അമ്മേനെ സ്നേഹത്തിൽ പെരുമാറി നോക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെയാ? സ്വാർത്ഥതയ്ക്ക് പിന്നാലെ ഓടുകയും ലോകം. പ്രപഞ്ചത്തില് അമ്മേനൊക്കെ വലിയ പോരാളി വേറെ ആരില്ല. ഈ അമ്മയ്ക്ക് അമ്മേനറിഞ്ഞു. ആ അമ്മയുടെ ചിറ്റിക്ക് കമ്മലുണ്ട്. അത് വിറ്റിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നീ നിലക്കെത്തിയത്. കോമഡി കണ്ടട്ടാ. അങ്ങനെ ഈ അമ്മയ്ക്ക് ഞാൻ ഒരു കമ്മൽ മേടിച്ചോണ്ട് തീരുമാനിച്ചു. നമ്മുടെ അടശ്ശേരി ജ്വല്ലറി കാഞ്ഞൂർ റോഡില്ലേ, അവിടെ തന്നെ. അവിടെ പ്രത്യേകത അറിയോ? കൊടുക്കണ പൈസക്ക് കിട്ടണ പൊന്നിൽ മുതലുണ്ടാ. മറ്റതില്ലേ മൊഴി നിന്നൊട്ടം നിറങ്ങി തടിയുമായി പല്ലക്കിലേറി വീരനൊരാൾ വരും കൊണ്ടുവരും. എന്താണ് എന്നിട്ട് എടശ്ശേരി ജ്വല്ലറിന്ന് സ്വർണ്ണ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടാ പോയി. അമ്മ
അങ്ങനെ ഉറങ്ങിക്കിടുന്ന അമ്മേനെ ഞാനാ വിളിച്ചുണർത്തി. പറയാ അമ്മയുടെ അപ്പത്തെ സന്തോഷം ആ മോത്തൊന്നും കാണാറുണ്ട്. ആയ കാലത്ത് സമാധാനം കൊടുത്തിട്ടില്ല, മരിക്കാൻ കിടക്കുന്ന നേരത്തെ പോലെ സമാധാനം കൊടുത്തില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? അമ്മ കേൾക്കുന്നില്ലേ? ഞാനാണ് സരസനാണ്. അമ്മയുടെ ചിമ്മിക്ക് കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തി. അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴാണ് എനിക്ക് അമ്മയുടെ വിലയും ജിമ്മിയുടെ വിലയും മനസ്സിലായത്. അമ്മ അതുകൊണ്ട് ഇതൊക്കെ സ്വീകരിക്കണം. ഇത് തന്നെ അനുഗ്രഹിക്കണം അമ്മ. അയ്യോ അമ്മ എന്തൊക്കെ പറയേ ഇങ്ങനെ നോക്കിയേ. അന്ന് അമ്മ വിളിച്ചതിനെക്കാട് 3 ഇരട്ടി കഴിക്കോട്ടെ ചിന്തിക്കുന്നില്ല. നോക്കമ്മേ അമ്മ അമ്മേ അമ്മയ്ക്കായിട്ട് ഞാൻ ഈ ഭൂമിയിലെ മുഴുവൻ സ്വർണം കൊണ്ട് തരുമേ. അമ്മയെ നോക്കാത്തോണ്ട് ചിലപ്പോ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ചെറുപ്പത്തില് എനിക്ക് അമ്മ ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടും അമ്മ പറഞ്ഞു അനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞനുസരിച്ചാലും എന്താ കുഴപ്പം? ഇതൊക്കെ സ്വീകരിക്കണം. അമ്മ കാര്യമായിട്ട് കാണിക്കണം. അത് സത്യത്തിൽ കാര്യമില്ല. മാറ്റിയേ ഏതെങ്കിലും അമ്മ സ്വന്തം മക്കളെ തെറി പറയോ? അതും പൊന്നുകൂടെ പോലുള്ള എന്നെയൊക്കെ പൊന്നാര പറഞ്ഞതാണ്. അമ്മ പറഞ്ഞത് ഒരു പെൺകുട്ടി ഉണ്ടായ ഈ കമ്മല് അവൾക്ക് ഇട്ടോട്ടെന്ന്. എന്നിട്ടെന്താ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു പെൺകുട്ടി ഉണ്ടായി. അതും അമ്മയുടെ നാളെ തന്നെ കന്നി മാസത്തിലെ 1000 നാള്. എന്നിട്ട് കമ്മലിട്ടോ? കമ്മലിട്ടില്ല, അമ്മയുടെ പേരിട്ടു. താങ്കൾ പറഞ്ഞതൊക്കെ അമ്മയുടെ പേര് ഇഷ്ടമല്ലെന്ന്. അമ്മയുടെ ഒരു ഇഷ്ടം എനിക്ക് സാധിക്കാൻ പറ്റിട്ടില്ല. എന്റെ എല്ലാ ആഗ്രഹവും ഈ മോളിലൂടെയാണ് ഞാൻ പേരെന്താ? തന്റെ പേരില്ല, മോളുടെ പേരെന്താന്ന്? സരസു. എന്നിട്ട് കാത്തുത്തിയ കാണാൻ കൊതിയായി, നിന്നെ കാത്തുത്തി കാണാൻ കൊതിയായി. നോക്ക് നീ ചക്കരയിൽ സമാധാനമായിട്ട് ഓർമ്മ ഞാൻ
അമ്മയുടെ നീ എന്തോ പറഞ്ഞല്ലോ, നീ എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു നീ അത്? ഞാനൊന്നും പറഞ്ഞില്ല. ആ നീ പറഞ്ഞു. നിനക്ക് പണ്ട് എന്റെ അമ്മയെ പിടിക്കൂലല്ലോ. ഒന്ന് ഓർക്കണം. നീ പറഞ്ഞത് പറഞ്ഞു. ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞു? ഇത്രയും വലിയ പടപെടായ കമ്പ്ലീറ്റ് എന്റെ കൊച്ചിന് നാളെ പറ്റും. ആ ഇത് നിന്റെ സമ്മതം ആരെങ്കിലും ചോദിച്ചേ? എന്റെ കുഞ്ഞിന്റെ കാലല്ലേ ഞാൻ നോക്കുന്നു. അതൊന്നും കാണാനല്ലോ. കാണാം. നീ വരണ്ടേ വന്നാൽ മതി, ഞാൻ കൊണ്ടുപോകുന്നേ. ശരി, ആ കമ്പ്ലീറ്റ് എന്നെ കാത്തു. ഞാൻ വഴിക്കുന്നത് കുറച്ച് നാള് കാത്തി. കാത്തില്ലേ? കാത്തിക്കാനൊന്നും പറ്റില്ല. മര്യാദക്കുള്ളൂ. എന്റെ മനുഷ്യ പഴയ കാലമൊന്നും അല്ല അത്. ഇത്രയും വലിയ കമ്പനിയാണ് ഈ കൊച്ചിന്റെ കാതി കിടക്കുന്ന ആരെയും കണ്ടാലോ? മാത്രമല്ല സ്ത്രീ ശാസ്ത്രീകരണത്തിന് ആൾക്കാർ കണ്ട പിന്നെ അത് വരും. പോലീസ് കേസ് വരും. പിന്നെ പോലീസിന് പുണ്യടി. പിന്നെ സായത്തിനോടാണ് പോലീസാണ് ചോദിച്ചിരുന്നാ അല്ലേ? എനിക്ക് പോലീസ് കേസോ? കേസോ? എത്ര നാൾ കാത്തിരിക്കും? കുറെ നാള്. കുറെ നാളാ? നമ്മുടെ ആളിലേക്കല്ല കടിയില്. അങ്ങനെ ഞാൻ ഒരു വേഴാന്തലിനെ പോലെ കാത്തിരുന്നു. അതെന്തിനാ? എന്റെ കൊച്ചു വളർന്നു വലുതാവുന്നതാണ്. ഹലോ, ഞാനാ സുനി. ആ സുനി പറ. ജോത്സനല്ല പറഞ്ഞ കന്നിമുന്നിനെ വീട് വിളിച്ചാ എനിക്കൊരു കന്യ കിട്ടും. അതിന്റെ എവിടെ ജോത്സന്റെ കന്യ? എന്റെ പൊന്നു സുനി, കന്നിമൂലയിലെ വീട് വിളിച്ചാൽ മാത്രം പോരാ, കന്നിമാസം വരെ കാത്തിക്കണേ. എന്നിട്ട് കന്നിമാസം ആവുമ്പോ ഒരു പട്ടിയെ കൊണ്ട് നീളത്തിൽ വിളിക്ക. എന്നാ സുനിക്ക് കന്യക ഉറപ്പാ. വട്ടത്തിൽ വിളിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വട്ടത്തിൽ വിളിച്ച് വട്ടത്തിൽ മൂഞ്ചി നീ വെച്ചിട്ട് പോടാ. വൈകുന്നേരം കാണട്ടോ. ഓക്കെ, വെക്കാണിപ്പോ. എന്താണോ അല്ലേ മനസ്സിലെ ഇതെന്തൊട്ടിത്? എന്തത്? യു കണ്ടിന്യൂ. അങ്ങനെ എന്റെ കൊച്ചെ വളർന്നാറില്ലായി. എന്റെ മോളാണ്. ഞാൻ പറഞ്ഞത് ഒക്കെയാ കേൾക്കും. പക്ഷെ പറഞ്ഞ അനുസരിക്കില്ല. ഈ കുരിപ്പിന് കമ്മലുടെ ഇഷ്ടമല്ലത്രേ. പക്ഷേ എന്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് ഏതറ്റം വരെ ഞാൻ പോവില്ലേ? അപ്പൊ ഇതിന് എന്താ മനസ്സിലായേ? എന്താ അത് ശരി, നീ കുട്ടിയെ പോലെ ആകണം. സമൂഹത്തിൽ എന്ത് തെറ്റായ പ്രവർത്തനം ഉണ്ടായാലും അപ്പൊ പ്രതികരിച്ചോളാം. ഉദാഹരണത്തിന് മോക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തി ആരെങ്കിലും ചെയ്യാൻ ഇത് നിർബന്ധിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ പ്രതികരിച്ചോളാം. ആണോ? എന്നാ ഞാൻ ആർക്കും കൂടി പോകുന്നു. എനിക്കിഷ്ടമല്ല. അങ്ങനെയല്ല അമ്മ പറഞ്ഞത്. പഠനം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ വേണ്ട കാര്യം. അതൊന്നും ഇല്ലാത്തതിന്റെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിയേ, അമ്മ ഒരുപാട് വീഡിയോസ് ഒക്കെ ഫോണിലൂടെ നോക്കി കാണിച്ചു തരുന്നതല്ലേ. അതിന് ചേച്ചിമാര് ഉദ്ദേശിക്കുന്ന ഓരോ മോളെ പഠിക്കണം. അത് ഭാര്യ തെറ്റിയതാണ്. മാമനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനാണെങ്കിലും തിരിച്ചു വരുമ്പോ ഇപ്പച്ചേട്ടന്റെ കടയിൽ കുരുമുളക് കൂടിയിട്ട് മുട്ട വാങ്ങി വേണ്ടേ? വേണ്ട. അല്ലതീന്ന് നല്ല കുരുമുളകിന്റെ പപ്പളം വെച്ച് അത് വേണ്ട. കാത് കുത്താൻ പോട്ടെ. റോഡ് കഴിക്കേ അച്ഛാ, എനിക്ക് കാത് കുത്തണ്ട. എനിക്ക് കാത് കുത്തണ്ട. കാത് കുത്തണ്ടേ? ലക്ഷ്മി, ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറയണേ? ഞാൻ അമ്മോട് സംസാരിച്ചോളാം. നീ സംസാരിച്ചാൽ മതി. ഇവിടെ നോക്കിയേ മോളെ കൃഷ്ണ, ഞാൻ ഈ നേരത്തെ എവിടോട്ട് പോകുന്നു? ഞാൻ വേണമെങ്കിൽ ഇനിയും നേരാ. മോളെ, എന്റെ ആഗ്രഹം മോളല്ലാതെ വേറെ ആരും
അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി കാത് കുത്താൻ ഞാൻ വരില്ല, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്റെ കൊച്ചിന്റെ കാത് എല്ലാ ദിവസവും പഴുക്കണം. അതൊരു പ്രതിവിധിയാണ്. പ്രതിവിധി അല്ലേ? രാഹു നമ്മളെ തന്നെ നോക്കിക്കാണും. രാഹുലെ മോനാണ്. രാഹു മോനല്ല. ഇപ്പൊ പ്രതിവിധി എന്ന് വെച്ചാ വൈകുന്നേരം കുട്ടിയും ആ കമ്മലുമായിട്ട് ഇവിടെ പോകുന്നുള്ളൂ. എന്റെ അറിവില് കുട്ടിയുടെ കമ്മലിന്റെ പ്രേതബാധ അപ്പോ വൈകുന്നേരം നമുക്കൊന്ന് വിസ്തരിച്ച് നോക്കാം. ഇപ്പൊ ദക്ഷിണ വെച്ച് എണീക്കാം. ഇതെന്റെ വീട്ടിലടക്കല്ലേ? അതെ, വൈകിട്ട് വരുമ്പോ ദക്ഷിണേന്ത്യ വരുന്നതിൽ കൊണ്ടാണ്. ഒന്ന് സമാധാനപ്പെട്ട്. ശരി ശരി ശരി. ഓം ഹ്രീം ഐസ്ക്രീം മഹത്വം. എന്നാ പിന്നെ ഞാൻ വൈകിട്ട് അവന്റെ അമ്മയുടെ തേങ്ങ പോലെ എവിടെ നീ? അതല്ലേ പോയിട്ടോ. എന്നിട്ട് വേഗം ഹോംവർക്ക് ചെയ്തോ. അച്ഛൻ്റെ ഒരു നോട്ടിൽ കാണാൻ പോകണ്ടോ? നല്ലൊരു ചോദിച്ചില്ല. എന്തേലും മടി പറഞ്ഞു തരും. ഇനിയിപ്പോ നാളെ മുതൽ ഈ കമ്പനി എടുക്കാന്ന് ഞാൻ പറഞ്ഞാലോ? പറയോ? ആ, നീ ഈ കമ്പനി എടുത്തത് ഏതെച്ചിട്ടാണ് സാരമില്ല. വേഗം ഒരുമിക്കാം. അമ്മ കണക്ക് പുസ്തകം അപ്പുറത്തേയില്ല. കയ്യിൽ കൊടുത്തിട്ട് മേടിക്കാൻ പോകുന്നത് ഞാൻ ഓടി മേടിച്ചല്ലേ. അവന്റെ വീട് എവിടെയാണ്? മഴക്കപ്പടി. ഒരുപാട് ദൂരമുണ്ട്. നീ ഇവിടെ ഒന്നും തിരിച്ചെത്തില്ല. നാളെ കണക്ക് പരീക്ഷ. ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഓടി മേടിച്ചല്ല. നീ എങ്ങനെ പോയാൽ നിന്റെ അച്ഛനേക്ക് തല്ലുള്ളൂ. അമ്മ പോയില്ലെങ്കിൽ മാസിനെ തല്ലുള്ളൂ. നിന്റെ അച്ഛന്റെ പേര് അച്ഛന് തല്ലാൻ സാറിനൊക്കെയാണ് വരുന്നത്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് തോക്കാൻ വയ്യ. അച്ഛൻ്റെ ഞാൻ ഡെയിലി കൊള്ളുന്നില്ല. അത് ശരി. ഓരോ അച്ഛനോട് തല്ലുകൊള്ളുമ്പോ ഞാനായിരുന്നു കഷ്ടപ്പെടുന്നത്. ഇന്നലെ തന്നെ പിടിച്ചു മാറ്റി നീ കണ്ടത്. വലിയ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാ?
ഇതുകൊണ്ടൊരു കൂട്ടുണ്ട്. മോനെ പക്രു, കുടുംബത്തോടെ എന്റെ കുടുംബത്തിന് കൂടുണ്ട്. ഞാനേ എനിക്കൊരു കൂട്ടം തരാൻ വന്നതാ. പക്രു, നീ കൊറേ കാലമായില്ലേ ആ സരസ്വതി ഇപ്പം പൊട്ടി പൂക്കോലായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ആ ഞാനും സരസ്വ വരുന്ന വഴി സരസ്വന്റെ മുടി വഴിയിൽ കിട്ടിയതാ. എനിക്കത് താളാ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല. താരാണെങ്കിൽ നീ എനിക്ക് എന്ത് വരും? ഞാൻ നിനക്ക് ഒരു 10 അണ്ടി പൈപ്പ് 10 അണ്ടിപ്പരിപ്പ് നീ വെച്ചാൽ എനിക്ക് ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ നിന്റെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈ ട്രാക്ടറും തരണം. കുറച്ച് കൂടുതലല്ലേടാ. എന്നാലും ഞാൻ തരും. ശരി, സമ്മതിച്ചു. ഈ തായോ കപ്പൽ ഞാൻ ഇട്ടിട്ടാ കുളിക്കണെന്നാ തോന്നണേ. എടാ മരിച്ചേ, പാതി എന്താണ് ഇങ്ങനെ നരച്ചിരിക്കണേ? അത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാ. ആയിട്ടോലെ നീ കുറെ നാളായോ ആ സ്ഥലത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. നിനക്ക് വേറെ വല്ല പെമ്പിള്ളേരെ നോക്കിക്കൂടെ? നീ പാട്ടൊന്നും നിർത്തിക്കടാ. അതെ, ചില പാട്ടുകൾ നമ്മൾ എത്ര കേട്ടാലും നമുക്ക് പാടാൻ പറ്റുന്നില്ല. പക്ഷേ ചില പെണ്ണുങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മൾ എത്ര പിന്നാലെ നടന്നാലും എത്ര സ്നേഹിച്ചാലും നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു നിർബന്ധവുമില്ല. മനസ്സിലായോ? അതുപോലെ തന്നെയാ എന്റെ കാര്യം. അയ്യ, അതിനാണ് മൂഞ്ചലെന്ന് പറയുന്നത്. നമ്മളെ അവരുടെ തീരുമാനങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യണ്ടേ? നിനക്ക് അടിപ്പിക്കണോ? അണ്ടിപ്പരിക്കണം. ഞാൻ അവളെ കളിക്കാൻ നിനക്കൊരു വഴി പറഞ്ഞില്ല. അങ്ങനെ നല്ല കാര്യമൊക്കെ പറയാം. ത്രെഡ് ചെയ്യണം. നമ്മുടെ സരസുവിന് കമ്മലിടാൻ ഒട്ടും താല്പര്യം. എനിക്ക് അറിയാം. ഉള്ള കാതിലെ കമ്മലിട്ട് അവളുടെ കാത് മുഴുവൻ പഴുത്തിരിക്കാം. അത് പോരാട്ടേന് അവളുടെ അച്ഛനെ നശിച്ച ടോർച്ചറുന്നു. നീയെ ഇത് രണ്ടും നിർത്തി കഴിഞ്ഞാ ഉന്നാര പക്രു അവള് നിനക്ക് ഉറപ്പായിട്ടും വീഴും. ഇത് അതെ, അതൊക്കെ ഒരു വഴിയുണ്ട്. പക്ഷെ അതുകൊണ്ട് അവളെന്നെ അന്വേഷിച്ചാണ്. നിന്നെ അന്വേഷിച്ചില്ല, പക്ഷെ കാക്കത്ത് അന്വേഷിച്ചു. അത് ഞാനേ ഇത്ര വൈകുമെന്ന് കരുതിയില്ലടാ. പിന്നെ ഞാനതൊരു സൂത്രം വരച്ചിട്ടുണ്ട്. ഞാനേ അവൾക്ക് കൊടുക്കുമ്പോ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനാ. എനിക്കറിയത്. അവളെന്നോട് പറഞ്ഞതാ, നാളെ മാഷിന്റെ പരീക്ഷയ്ക്ക് പുസ്തകം നീ നിന്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് വരുമെന്ന്. നീ പണി എപ്പോഴെങ്കിലും അറിയാവുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരാണ് നിന്റെ വീട്. തല്ലിട്ടൂലടാ. അതെന്തായാലും എന്നാലേ നീ ഈ പുസ്തകം ഞാനാരോട് പറയാനാ? ഞാൻ പറഞ്ഞത് നീ ബൈക്ക് റേസിംഗിന് പോയി ബൈക്കിൽ നിന്ന് കാര്യം കിടക്കാണ്. നന്നായി. കുറച്ച് ഗെയിം വെക്കും. നീ
കംപ്ലൈന്റ് കൊടുത്താൽ മതി. ബാക്കി ആരെങ്കിലും വാക്ക് നോക്കി അല്ലടാ. പിന്നെ കഴിഞ്ഞ മാസം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മീനാക്ഷി അവളെ അച്ഛൻ ഡെയിലി സ്കൂളിൽ വീട്ടിൽ വന്നിട്ട് വെറും പ്രശ്നമാണ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞേ പോലീസ് സ്റ്റേഷനിൽ പോയി എന്റെ വാപ്പാക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ വാപ്പ നോക്കിക്കൊള്ളു. പിന്നെ അതിനുശേഷം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അല്ലടാ അതേപോലെ തന്നെ സരസ്വന്റെ അച്ഛനെ എന്റെ വാപ്പ കണ്ടിട്ടിരിക്കില്ല. അച്ഛനിരിക്കണ്ട വന്നാ മതിയോ? സരസ്വന് അത് മതി, എനിക്കത് മതി. കമ്പനി എനിക്ക് സരസ്വന് എന്നെ വിശ്വാസമില്ലേ? വേഗം മുക്കുക. ഇതേതാ ബുക്ക്? ഇതെന്റെ ബുക്കല്ല. സൂക്ഷിച്ചു നോക്ക്, ഞാൻ എന്റെ ചട്ട മാറ്റിയതാ. അതെ, അതിന്റെ ഇടത്തെ മുറിയിൽ മുകളിലായിട്ട് ചെറിയ 2 സെന്റിമീറ്ററിൽ ഒരു കീറുണ്ടായിരുന്നു. നമുക്ക് എന്തിനാ സരസു കീറ ചട്ടം? ഞാനൊന്ന് മാറ്റി. ശരി, ഞാൻ പോട്ടെ കേട്ടോ. സരസു പിന്നെ ഞാനതിനകത്തൊരു കൂട്ടം വെച്ചിട്ടുണ്ട്, നോക്കാൻ മകളെ. ശരി, ഞാൻ പോകാം. ഞാൻ പോകേ. ആ കുറുമ്പിട്ടോട് ചാടുമ്പോഴേ 10 മിനിറ്റിൽ വീട്ടിലെത്താ. ശരി, പോയി. അയ്യടാ, എന്തായിരുന്നു ഒരു ഷോ? മീനാക്ഷിയുടെ അച്ഛനെ നേരെയാക്കി പുസ്തകത്തിൽ പടം വരച്ചു കൊടുക്കല്. നീ കൂടുതലൊന്നും പറയണ്ട, എന്റെ സുഖത്തിയതായി അവൾ പറഞ്ഞടാ. എടാ അത് നിനക്ക് ഇത് ഫീലിങ്സ് വന്നോട്ടെ എന്ന് പറഞ്ഞില്ലടാ. ഫീലായി. എടാ പ്രശ്നമില്ലല്ലോ, അവൾക്ക് നിന്നോട് ഒരു തല്ല് പോലും സ്നേഹമില്ല. ഉണ്ടെങ്കിൽ അവൾ നിന്നോട് ചോദിക്കട്ടെ വേദനയ്ക്ക് വല്ല കുറവുണ്ടോന്നെങ്കിലും. അത് പിന്നെ അവളെ തിരക്കിൽ വന്നോണ്ടായിരിക്കും. പോടാ. ഞാൻ വരും, നാളെ രാവിലെ തന്നെ വരും. അങ്ങനെയല്ലേ നീ നേരത്തെ പറഞ്ഞത്? അതിന്റെ കണക്കൂട്ട് തെറ്റിയതാ. ഓരോ ഭയങ്കര നീ നോക്കിക്കോ, നാളെ സ്കൂളിൽ വരുമ്പോ സരസ്വനോട് ഇഷ്ടം പറഞ്ഞിരിക്കും. കാണാടാ നമുക്ക് കാണാടാ. പോകാടാ. ട്രാക്ടർ എടാ എന്റെ ട്രാക്ടറ് മരിച്ചിട്ട് പറഞ്ഞിട്ട് ഇതുവരെ വന്നു. അതിനാണെങ്കിൽ എങ്ങനെ ഞാൻ വീട്ടിൽ പോകും?
നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പോയി നോക്കിയതോ. നിനക്ക് കമ്മലൊക്കെ സൂക്ഷിച്ചൂടെ? അച്ഛൻ കാത് പൊന്നാക്കി. ഞാൻ എന്തെങ്കിലും മരുന്ന് എടുത്തിട്ട് വരാം. അതുവരെ ഇനി ഫോണിൽ വല്ലതും ഇങ്ങനെ കണ്ടിരിക്കും. എന്ത് തീരുമാനം? എനിക്ക് പറ്റുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. എനിക്ക് പറ്റാത്തൊരു കാര്യം മറ്റൊരാൾക്ക് പറ്റുമോ? സ്റ്റേഷൻ പരിധി 4 സ്നാച്ചിങ് കേസുകളുണ്ട് പൊടിയിൽ. ആ സാർ, 2 പിടിച്ചിട്ടുണ്ട്. ബാക്കി 2 കിടന്ന് പിടിക്കട്ടോ സാർ. 8 വാറന്റ് ഇഷ്യൂ വരുന്നുണ്ട്, 4 പെറ്റിയുണ്ട്, 7 കേസാണ് സാർ. സാർ വേറെ വിശേഷമൊന്നുമില്ല സാർ. ഓക്കെ ഓക്കെ സാർ. ആ രാവിലെ സാറേ, സ്റ്റോറിയുടെ ട്രാൻസ്ഫറിന്റെ ഫയലാണ്. പിന്നെ പരാതി പറയാൻ സ്ത്രീകളാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസ് നമ്മുടെ ഡെസ്കിലേക്ക് നിങ്ങൾക്ക്. പിന്നെ വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറ്റിയുള്ള കാരണമാണ്. വയസ്സായ പിന്നെ കൊച്ചു സ്കൂൾ കുട്ടിയുണ്ട്. സ്കൂൾ കുട്ടിയുണ്ട്. അതെ സാർ. എന്താ കാര്യം? കാര്യം എന്താ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ആ സാറിനെ കണ്ടതേ പോകുന്നു ഒരേ വാശി. ഓ അങ്ങനെയാണ് സാർ. പിന്നെ സാറേ, അത് സാറിന്റെ മകന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. നല്ല റബ്ബറോ പെൻസിലൊക്കെ ഓരോ കാര്യം പറയാൻ വന്നായിരുന്നു. താൻ പോയി ആ കുട്ടിനെ കേട്ടു. ഓക്കെ സാർ. കുക്കുവിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താ പേര്? നല്ല പേരാണോ? എന്താ മോളെ പ്രശ്നം? അല്ല റബ്ബറോ പെൻസിലൊക്കെ ആണല്ലോ. കൂട്ടുകാരും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. പിന്നെന്താ മോളെ? അച്ഛന് എന്താ കാര്യം? ഓ എനിക്കാണെങ്കിൽ ആ കമ്പനിയുടെ കാത് കൊടുക്കുക. അതുകൊണ്ട് അച്ഛനെതിരെ ഒരു കേസ് എടുക്കും. ഇതിനൊരു കേസ് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം. നല്ല ഇടിയിടിക്കണം. അതൊന്നും വേണ്ട. പിന്നെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി. അതിനാണ്. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പറയണം. എന്താ മോളെ? പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് കുഞ്ഞിന് തന്നെ ഞങ്ങളെ കാത് എന്തെങ്കിലും കുടിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതിലും പോലും ആരും അന്വേഷിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട്. പെൺകുട്ടികൾ വളർന്ന് വലുതായി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആത്മഹത്യ മതി എന്നുള്ളത്. മോള് പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. അതുപോലെ നിയമം കൊണ്ടുവരാം. അച്ഛനോട് നല്ലപോലെ ഉപദേശിക്കേണ്ടി കേട്ടോ. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടോ? 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റയ്ക്കൊക്കെ പോകും. ഇപ്പം നേരത്തെ വന്നില്ലാണ്ട് നമ്മുടെ മോള് സ്കൂളിൽ പോകണം കേട്ടോ. ഇപ്പം മോള് ചെല്ലി ഞാൻ അച്ഛനെ വെച്ച് നല്ലപോലെ ഉപദേശിക്കാം. ഇരിക്കേണ്ട നല്ല ഇപ്പം മോള് ചെല്ലി കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഹലോ സരസനല്ലേ? ആ എന്റെ കുറ്റിയത്തോട് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾ ഇതുവരെ ഒന്ന് വരണം പെട്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്? കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ആ നീ എന്ന് പറഞ്ഞില്ലേ തമിഴരുടെ
ദിവസം മുഴുവൻ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. ഇപ്പൊ അവള് വൈറലാവാണേ. എന്റെ ഉറപ്പില്ലല്ലോ നല്ല ഇടി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇനിയിപ്പൊ സരസ്വതി അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം അല്ലേ? പറഞ്ഞിരിക്കണേ മാത്രല്ല അവൾക്ക് ഇനി എന്നോട് ഇഷ്ടമുള്ളത് പറയാലോ. ഉണ്ടാ എടാ, അവളുടെ റേഞ്ച് മാറിയടാ. അവളിപ്പോ വേറെ റേഞ്ചാ. നീ അവളുടെ വീഡിയോ കണ്ടില്ലല്ലോ? നീ വേഗം ന്യൂസ് നോക്കി. പേടിക്കലടാ. നീ ന്യൂസ് വെക്കണം. ചുറ്റുമുള്ള ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം തീപ്പൊരി വേണ്ടി തീപ്പൊരി വേണം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. വയനാട്ടിൽ വീണ്ടും നാട്ടാക്രമണം തുടങ്ങി. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ബിരിയാണി കൊമ്പനാണ്. അടുത്ത വാർത്ത ഈ വിഷ്വൽസിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ ചെലുത്താം. മിസ്റ്റർ കമർ ജോത്സ്യൻ യശോധരന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പോലീസിലെ പിടിയിലായ യശോധരനെ നമ്മളിപ്പോൾ കാണുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യശോധരൻ പിടിയിലായത്. ഇതിനെക്കുറിച്ച് പോലീസിനെ കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് യശോധരന്റെ ജ്യോതിഷത്തിന്റെ ABCD പോലും അറിയില്ല എന്നതാണ്. കുട്ടികളോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വന്ന കൊച്ചുകുട്ടിയായ സരസുവിന്റെ ഒരു വൈറലായ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കത് കണ്ണോടിക്കാം. ഈ ദൃശ്യങ്ങളിൽ സരസ്വതി ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുവാൻ നമ്മളുടെ കൂടെ ചേരുന്നു പ്രമുഖ ബുദ്ധിജീവിയും സഹോദരി കുറ്റപ്പറച്ചിലിന്റെ PhD എടുത്ത ശ്രീ ദേവൻ ദേവൻ. ഹലോ ദേവൻ, കേൾക്കാമോ? ദേവൻ, ഹലോ. ദേവൻ, താങ്കൾ സരസ്വതി എന്ന കുട്ടിയുടെ വൈറലായ വീഡിയോ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സരസ്വതി എന്ന കുട്ടിയുടെ ആ വൈറലായ വീഡിയോ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചിരുന്നു അല്ലേ? ഓക്കെ. അതിൽ ആ കുട്ടി പറയുന്ന വിഷയവുമായി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം പറയാമെന്ന് എന്താന്ന് വെച്ചാൽ, ഞാൻ അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവിയാണ്. അതെ, എന്റെ സമയം എടുത്ത് മെനക്കെടുത്താനുള്ളതല്ല. അതുകൊണ്ട് ഇത്തരം കാക്കി കൂക്കു പരിപാടി പറഞ്ഞ് നിങ്ങൾക്ക് വാർത്തയില്ലെങ്കിൽ അത് പറയണം മിസ്റ്റർ. അല്ലാതെ നിങ്ങൾക്ക് വാർത്തയില്ലെങ്കിൽ ഈ കണ്ട പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തരുത്. അതായത് ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരാം. അതായത് കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, എന്റെ കുട്ടി ഇന്നാണ് എന്നോട് പറയാണ്, അച്ഛ എനിക്ക് അമ്പിളിമാമനെ പിടിച്ചു തരുമെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് പിടിച്ചു കൊടുത്തോ? താനാണെങ്കിൽ പിടിച്ചു കൊടുക്കുമോ? നമുക്ക് ഈ ചുട്ടുപൊള്ളുന്ന വാർത്ത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തനിക്ക് കുട്ടിയുണ്ടോ? വേണു കുട്ടിയുണ്ടോ? എനിക്കോ? എനിക്ക് കുട്ടിയുണ്ട്. ഉണ്ണി. ഉണ്ണി വേണു. അപ്പൊ ഈ ഉണ്ണി വേണു അവൻ പേര് പോരാ, തന്തയുടെ പേര് പോരാ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി മുകുന്ദൻ എന്നാക്കണം എന്ന് പറഞ്ഞാൽ താങ്കൾ മാറ്റുമോ? അതാണ് പറയുന്നത്, ഈ പിള്ളേരുടെ താളത്തിനടുത്ത് തുള്ളാനുള്ളതല്ല നമ്മളുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ഇവിടെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ രാഷ്ട്രത്തിന്റെ അവസ്ഥയിൽ വെച്ച് എന്താണ് പറയുന്നത്? ശ്രീദേവൻ, ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. എനിക്ക് പറയാനുള്ളത് എന്റെ പ്രേക്ഷകരോടാണ്. ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും കുട്ടിത്തമായി മാത്രം കാണേണ്ടതില്ല. കാലം മാറി. എല്ലാം ഇപ്പോൾ വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ കുട്ടികൾ ചെറു പ്രായത്തിൽ തന്നെ വളരെ തിരിച്ചറിവുള്ളവരായി മാറും. എന്തിന് പറയുന്നു? 10 വയസ്സുകാരൻ ഒരു കമ്പനി CEO ആയ കാലമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ള ഭരണഘടന പറയുന്നതിന് പ്രകാരം ഗർഭസ്ഥ ശിശുവിന് പോലും മൗലികാവകാശം ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ ആൾക്കാർക്കും വെറുതെ ജീവിച്ചു പോയാൽ മാത്രം മതിയോ? ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ജീവിതകാലം മുഴുവനും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനം അത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. എന്തിന്? തിരിച്ചറിവ് ഇല്ലാത്ത പ്രായത്തിൽ തന്നെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരെ കുറിച്ച് പറയാനുള്ളതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. സരസ് പറയുന്നതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും, സരസ് പറയുന്നതോട് നിങ്ങൾ യോജിക്കുന്നില്ല എങ്കിൽ നോ എന്നും ചെയ്യൂ. നമുക്ക് ചെറിയ ശേഷം വീണ്ടും കാണാം. കണ്ടോടാ ഇപ്പൊ എങ്ങനെ ഇരിക്കണു? അവള് വേറെ ലെവലായി, വയറായി. ഞാനും വയലാ.
എടാ നീ ഒന്ന് വീട് കൊടുത്തേ